പാർലമെന്റിൽ മുത്തലാഖ് ചർച്ചയിൽ പങ്കെടുക്കാത്ത കാര്യം കുഞ്ഞാലിക്കുട്ടി തന്നെ പ്രതികരിക്കാനിരിക്കെ താൻ ഒന്നും പറയുന്നില്ലെന്നായിരുന്നു MK മുനീറിന്റെ പ്രതികരണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഡിസിഷനാണ് അത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് നമ്മുടെ ഖാദർ മൊയ്തീൻ സാഹിബും ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബും. അപ്പോൾ അത് അവരുടെ ഡിസിഷനാണ്. മാത്രമല്ല ഞാൻ അതിലേക്ക് ഡീപ്പിലേക്ക് പോകാത്തതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ആധികാരികമായി പറയേണ്ടത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെയാണ്. ലീഗിനകത്തും പുറത്തും ഈ വിഷയം കത്തുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണച്ച പാണക്കാട് തങ്ങളോ മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരോ രംഗത്തെത്തിയിട്ടില്ല. KPA മജീദ് ചോദ്യങ്ങളോട് തന്നെ ഒഴിഞ്ഞുമാറി. മന്ത്രി KT ജലീൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ആ നിയമനിർമ്മാണ വേളയിൽ അവിടെ പങ്കെടുക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ബാധ്യതയും ചുമതലയുമാണ്. വലിയ അപരാധമാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതിന് ലീഗ് സമുദായത്തോടും സമൂഹത്തോടും കേരളത്തോടും മറുപടി പറയേണ്ടതായിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതിൽ എന്ത് ന്യായമാണ് പറയാനുള്ളതെന്നും ന്യൂനപക്ഷത്തിന്റെ കൂടെ ഓടുകയും ഹിന്ദുത്വത്തിന്റെ കൂടെ നിന്ന് വേട്ടയാടുകയും ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസിനും ലീഗിനുമെന്നും ബിനോയ് വിശ്വം MP ആരോപിച്ചു. ചില അവർക്കൊന്നുകിൽ ഫ്ലൈറ്റ് മിസ്സാകും, അല്ലെങ്കിൽ അവർക്ക് ഒഴിവാക്കാനാകാത്ത കല്യാണങ്ങൾ വരും. പക്ഷെ അതെല്ലാം ന്യൂനപക്ഷാവകാശങ്ങളുടെ ഏറ്റവും നിർണായകമായ സമയത്തായിരിക്കും. മുത്തലാഖിൽ നിയമപോരാട്ടം തുടരുമെന്ന് വ്യക്തമാക്കിയ സമസ്തയും കുഞ്ഞാലിക്കുട്ടിയുടെ നടപടിയെ പിന്തുണയ്ക്കാൻ തയ്യാറായിട്ടില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 കോഴിക്കോട്. This is 24.